ഒമാനിൽ ഉച്ചകാല വിശ്രമ നിയമം പ്രാബല്യത്തിൽ. ഹജ്ജ് ആഭ്യന്തര തീർത്ഥാടകർക്ക് 3 വാക്സിൻ ഇനി നിർബന്ധം. സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഫുജൈറ. നമസ്കാരം, ഗൾഫ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഉച്ചയ്ക്ക് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ ഇനി പാടില്ല. ഒമാനിൽ വേനൽക്കാല ഉച്ച വിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നു. ഒമാനിൽ ഉച്ച വിശ്രമ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി ഉണ്ടായേക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3:30 വരെ സൂര്യപ്രകാശമേൽക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് തൊഴിൽ മന്ത്രാലയം നിരോധിച്ചിട്ടുണ്ട്. ഈ നിയമം പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് 500 മുതൽ 1000 ഒമാനി റിയാൽ വരെ പിഴ ചുമത്തുമെന്നും മറ്റ് ഭരണപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയത്തിലെ ഒക്യുപേഷണൽ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് മേധാവി ദാവൂദ് ബിൻ സുലൈമാൻ അൽ ഗാഫ്രി അറിയിച്ചു. വേനൽക്കാല മാസങ്ങളിൽ തൊഴിലിടങ്ങളിലെ ചൂട് മൂലമുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായി അധികൃതർ പരിശോധനകൾ കർശനമാക്കും. നിർമ്മാണ സൈറ്റുകളിലും തുറസായ തൊഴിലിടങ്ങളിലും നേരിട്ട് പരിശോധനകൾ ഉൾപ്പെടെയുള്ള രാജ്യവ്യാപകമായ പരിശോധനാ പരിപാടി മന്ത്രാലയം നടപ്പാക്കും. ജോലി സമയം മാറ്റുന്നതിലോ തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷാ മുൻകരുതലുകൾ നൽകുന്നതിലോ കമ്പനികൾ വീഴ്ച വരുത്തുന്നത് നിയമലംഘനമായി കണക്കാക്കും. വിമാനത്താവളം, തുറമുഖം, അടിയന്തര സേവനങ്ങൾ തുടങ്ങിയ അവശ്യ മേഖലകളെ ഈ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിൽ പ്രവർത്തനം തുടരുന്നതിന് കമ്പനികൾ മുൻകൂട്ടി അനുമതി വാങ്ങുകയും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടി വരും. തണലുള്ള വിശ്രമ സ്ഥലങ്ങൾ, ശീതീകരിച്ച സൗകര്യങ്ങൾ, തണുത്ത കുടിവെള്ളം, പ്രഥമ ശുശ്രൂഷ സംവിധാനങ്ങൾ എന്നിവ തൊഴിലാളികൾക്ക് ഉറപ്പാക്കണമെന്നും അൽ ഗാഫ്രി വ്യക്തമാക്കി. ഹജ്ജ് ആഭ്യന്തര തീർത്ഥാടകർക്ക് 3 വാക്സിൻ ഇനി നിർബന്ധമാണ്. ഹജ്ജ് തീർത്ഥാടനത്തിന് സൗദി അറേബ്യയിലേക്ക് എത്തുന്ന ആഭ്യന്തര തീർത്ഥാടകർക്ക് 3 വാക്സിനുകൾ ഇനി നിർബന്ധം. തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. COVID-19, ഇൻഫ്ലുവൻസ, മെനിഞ്ചൈറ്റിസ് എന്നീ വാക്സിനുകളാണ് എടുക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പെങ്കിലും വാക്സിനുകൾ സ്വീകരിച്ചിരിക്കണം. വാക്സിൻ സ്വീകരിച്ചതിന്റെ വിവരങ്ങൾ തവക്കൽന ആപ്പിലോ സഹത്തി ആപ്പിലോ കൃത്യമായി രേഖപ്പെടുത്തണം. സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഫുജൈറ. ഉൽപ്പാദിപ്പിക്കുക 6 കോടി ഗാലൻ ശുദ്ധജലം. വടക്കൻ എമിറേറ്റുകളിലെ ജലവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഫുജൈറയിൽ 100 കോടിയിലധികം ദിർഹം ചെലവിൽ പുതിയ സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നു. പ്രതിദിനം 6 കോടി ഗാലൻ ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ ബൃഹത് പദ്ധതിയിൽ ഇത്തിഹാദ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി കരാർ ഒപ്പുവെച്ചു. മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് ഫോറത്തിന്റെ ഭാഗമായാണ് NMDC, ഇൻഫ്ര, ലതാനിയ, അഗാസ് എന്നീ കമ്പനികളുമായി എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കരാറിൽ ഏർപ്പെട്ടത്. കുറഞ്ഞ ഊർജം മാത്രം ഉപയോഗിക്കുന്ന റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതിക വിദ്യയാണ് പ്ലാന്റിൽ ഉപയോഗിക്കുക. ഇത് രാജ്യത്തിന്റെ ദീർഘകാല ജലസുരക്ഷാ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കും. ഫുജൈറ പോർട്ടിനു സമീപമാണ് പ്ലാന്റ് സ്ഥാപിക്കുക. നിലവിൽ കരകടൽ ഗതാഗത സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം 30 മാസത്തിനകം പൂർത്തിയാക്കും. പ്ലാന്റ് പ്രവർത്തനക്ഷമമാകുന്നതോടെ ഫുജൈറയിലെയും ഇത്തിഹാദ് WEയുടെ മറ്റ് സേവന മേഖലകളിലെയും വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തടസ്സമില്ലാതെ ജലം എത്തിക്കാൻ സാധിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന ജലം 18 മണിക്കൂർ വരെ സൂക്ഷിച്ചു വെക്കാനുള്ള സംഭരണിയും ഈ പ്ലാന്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 15 കോടി ഗാലൻ ശേഷിയുള്ള നവ പ്ലാന്റിനു ശേഷം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തിഹാദ് WE നടപ്പിലാക്കുന്ന 2ാമത്തെ വലിയ പദ്ധതിയാണിത്. വടക്കൻ എമിറേറ്റുകളിലെ ശുദ്ധജല ലഭ്യത കൂട്ടാനും ഭാവിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണ ശൃംഖലയെ കരുത്തുറ്റതാക്കാനും ഈ പുതിയ പ്ലാന്റ് സഹായിക്കും.